ഹായ് കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. രാവിലെ ഞാൻ കൊണ്ടുവന്ന മുട്ട കൊണ്ടുവരണം, 5 ബദാം, 2 ഈന്തപ്പഴം. കറി ഗ്രീൻ പീസാണേ. ഗ്രീൻ പീസും ക്യാരറ്റും കൂടെ വെച്ചതാണ് കേട്ടോ കൂട്ടുകാരെ. ക്യാരറ്റും ഗ്രീൻ പീസും കേട്ടാ. വറുത്തരച്ച കറിയാണ്. വറുത്തരച്ച കറി മൂത്തിട്ടില്ലെന്ന് തോന്നുന്നു. തേങ്ങ ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, തിന്ന് നോക്കട്ടെ ഞാൻ. ചൂടാ കൂട്ടുകാരെ, ഇന്ന് ലേറ്റാ കൂട്ടുകാരെ. അല്ല കൂട്ടുകാരെ, ചൂടായിപ്പോയി, ഇന്ന് ലേറ്റാ. കഴിച്ചു നോക്കട്ടെ കൂട്ടുകാരെ. ദാ ഗോതമ്പ് പുട്ടാണേ. സൂപ്പർ. ഞാനീ വറുത്ത് വെച്ചിരുന്ന തേങ്ങയുടെ കൂടെ ഒരു 2 സ്പൂൺ ഈ ഗ്രീൻ പീസും കൂടെ, വെന്ത ഗ്രീൻ പീസും കൂടെ അരച്ച് കേട്ടോ. വേവിച്ച ഗ്രീൻ പീസ് വറുത്തരയ്ക്കാൻ നേരത്ത് അതാണ് ഇങ്ങനെ വെളുത്തിരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് സൂപ്പർ കേട്ടോ, സൂപ്പറാണ്. ഗ്രീൻ പീസ് വേവിച്ചത്, നമ്മൾ കടല വേവിച്ചത് അരയ്ക്കുമല്ലോ ചിലപ്പം തേങ്ങയില്ലെങ്കിൽ. നമ്മൾ കൊഴുക്കാൻ വേണ്ടി കടല കൂടെ വേവിച്ച കടല അരയ്ക്കും കടലക്കറിക്ക് ചിലപ്പോഴൊക്കെ. അതുപോലെ ഇത് ഞാൻ ഗ്രീൻ പീസ് വേവിച്ചത് അരച്ചായിരുന്നു. കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു പ്രാവശ്യം നിങ്ങളും അതുപോലെ ചെയ്ത് നോക്കുക കൂട്ടുകാരെ. പിന്നെ ഒരു കമൻറ്റ്, ഞാൻ എൻ്റെ ഭർത്താവിനെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നു. ഞാനാരെ, എൻ്റെ ഭർത്താവല്ല ഇവിടെ ജോലി ചെയ്യുന്ന കേട്ടോ കൂട്ടുകാരെ. അവർക്കൊന്നും അറിയില്ല. ഞാൻ ഈ കൈയും കാലും വീണു കിടന്നപ്പോഴും അവർക്കൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല കൂട്ടുകാരെ. അത് അവരുടെ വീട്ടിലെ ശീലമാണ്, ഉണ്ടാക്കാൻ അറിയില്ല. എന്നിട്ട് അവർ ഹോട്ടലിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തരുന്ന ഡെയിലി. അവർക്കറിയില്ല. പിന്നെ ഒരുവിധം എഴുന്നേച്ച് വന്നാണ് ഞാൻ കഞ്ഞി വയ്ക്കാൻ പഠിപ്പിച്ച്. കഞ്ഞി വെച്ചപ്പം കറി വയ്ക്കാൻ എനിക്ക് നിന്നുകൊണ്ട് കൈയൊന്നും പറ്റത്തില്ല. അപ്പോൾ കറി മാത്രം ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കുമായിരുന്നു അന്നേരമൊക്കെ. ഇപ്പം ഞാൻ എഴുന്നേച്ചതിന് ശേഷം പുള്ളി എനിക്ക് ചെയ്തു തരുന്ന ജോലി എന്ന് പറഞ്ഞാൽ പാത്രം കൈ പിടിച്ച് കഴുകാൻ പറ്റത്തില്ല, അതെന്നെ സഹായിക്കും. പിന്നെ മീൻ വെട്ടുന്നത്, അതിപ്പോൾ എനിക്ക് വെട്ടാൻ നേരത്തെ കുറച്ച് നാളിന് മുമ്പ് വരെ ഒരാഴ്ചയല്ല 2 ആഴ്ച വരും. അതിന് മുമ്പ് വരെ അവരാണ് വെട്ടുന്നത്. ഇപ്പം ഞാൻ തന്നെ കൈ പിടിച്ച് മീനും വെട്ടാൻ തുടങ്ങി. അപ്പം ഇനി അവർക്കുള്ളത് പാത്രം കഴുകുന്നത്, അതും ഞാൻ മാറ്റും. ആണുങ്ങളെ വിട്ട് ജോലി കഴിക്കുന്ന തെറ്റൊന്നുമല്ല കേട്ടോ. ഭാര്യയ്ക്ക് സഹായിക്കുന്ന ഒരു സന്തോഷകരമാണ്. ആ പയ്യൻ ഒരു മോനാണ്, എൻ്റെ മോനാകാനുള്ള പ്രായമുള്ളൂ. പറഞ്ഞത് ഇങ്ങനെയാണ്, അങ്ങേരെ വെച്ച് ജോലി ചെയ്യിച്ചു തിന്നുന്നവള് എന്ന് പറഞ്ഞുകൊണ്ടാണ് കമൻ്റ് ഇട്ടിരുന്നത്. ഞാൻ ആരെ ഇരുത്തെത്തിയിട്ടില്ല. ഞാൻ വീട്ടിലെ ജോലിയും ചെയ്ത് ഞാൻ കഴിഞ്ഞോണ്ടിരുന്നതാ. എനിക്കൊരു ആക്സിഡൻറ്റ് വന്നു, ഇരിപ്പായി. മക്കളിവിടെ ഇല്ല, മക്കൾ 2 പേരും ജോലിക്ക് പോകുന്നു. അപ്പം പിന്നെ അവർക്ക് ചെയ്തല്ലേ പറ്റൂ. അതിനാരും പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ആണും പെണ്ണും എല്ലാം തുല്യം തന്നെ. ഇപ്പോഴത്തെ കാലത്ത് ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും ഒന്നും വ്യത്യാസമില്ല കേട്ടോ കൂട്ടുകാരെ. ഓക്കെ, എല്ലാവരും ബോറടിപ്പിക്കുന്നില്ല രാവിലെ. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. സ്നേഹത്തോടെ ടാറ്റാ.